ഹിജ്റ കഴിഞ്ഞ് 7-ാമത്തെ വർഷം ഒരു കാലത്ത് തങ്ങളെ ആട്ടിയോടിച്ച മക്കയുടെ താഴ്വരകളിലേക്ക് ഏകദേശം 2000 വിശ്വാസികൾ പ്രാർത്ഥനകൾ ഉരുവിട്ട് തിരികെ വരികയാണ്. ആ വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും നടുവിൽ വിശ്വാസികളുടെ അവസാനത്തെ മാതാവായി മാറിയ മൈമൂനയുടെ കഥ നമുക്ക് കേൾക്കാം. ഖലാഉ ഉംറ എന്നാണ് ആ യാത്ര അറിയപ്പെടുന്നത്. ഒന്നോർത്തു നോക്കൂ, 7 വർഷം മുൻപ് തങ്ങളുടെ വീടും സമ്പാദ്യവുമെല്ലാം ഉപേക്ഷിച്ച് രാത്രിയുടെ മറവിൽ പോകേണ്ടി വന്ന അതേ ആളുകൾ ഇന്ന് തലയുയർത്തിപ്പിടിച്ച് തൽബിയത്തിന്റെ മന്ത്രധ്വനികളാൽ ആ താഴ്വരകളെ പ്രകമ്പനം കൊള്ളിച്ച് മടങ്ങിവരികയാണ്. ഒരു ചെറിയ സംഘമായി പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാടുവിട്ടവർ ഇന്ന് 2000 പേരടങ്ങുന്ന ഒരു വലിയ സമൂഹമായി വിജയികളായി തിരികെ വന്നിരിക്കുന്നു. അവരുടെ മനസ്സിലെ ആ സന്തോഷത്തിന്റെ ആഴം എത്ര വലുതായിരിക്കുമല്ലേ. അപ്പോ ഇത്രയും വലിയൊരു ചരിത്ര സംഭവത്തിന്റെ നടുവിലാണ് നമ്മൾ മൈമൂന ബിന്ത് അൽ ഹാരിഥ എന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. പക്ഷെ അവരുടെ കഥ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ കുടുംബത്തെക്കുറിച്ചറിയണം. കാരണം അതത്ര നിസ്സാരമായൊരു കുടുംബമായിരുന്നില്ല. മൈമൂനയുടെ ഉമ്മയായിരുന്നു ഹിന്ദ് ബിന്ത് ഔഫ്. ചരിത്രത്തിൽ മരുമക്കളുടെ കാര്യത്തിൽ ഇത്രയധികം ആദരിക്കപ്പെട്ട ഒരു സ്ത്രീ വേറെയുണ്ടാവില്ല. കാരണം അവർ പ്രവാചകൻ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹിവസല്ലം മാത്രമല്ല, ഇസ്ലാമിലെ ആദ്യ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു, 4ാം ഖലീഫ അലി റളിയല്ലാഹു, പിന്നെ പ്രവാചകന്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു എന്നിവർക്കെല്ലാം അമ്മായിയമ്മയായിരുന്നു. ആ കുടുംബത്തിന്റെ മഹത്വം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്നേഹത്തോടെ അൽ അഖ്വാത്തുൽ മുഅ്മിനാത്ത് എന്ന് വിളിച്ച സഹോദരിമാരായിരുന്നു ഇവർ. അതായത് വിശ്വാസികളായ സഹോദരിമാർ. അവരിൽ ഓരോരുത്തരും ഇസ്ലാമിക ചരിത്രത്തിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തിയവരാണ്. ലുബാബ, പ്രവാചക പത്നിയായിരുന്ന സൈനബ്, അസ്മ, സൽമ, പിന്നെ നമ്മുടെ കഥാനായിക മൈമൂനയും. പക്ഷേ ഈ വലിയ കുടുംബ പശ്ചാത്തലമുണ്ടായിരുന്നിട്ടും ആ സമയത്ത് മക്കയിൽ മൈമൂനയുടെ അവസ്ഥ അത്ര മികച്ചതായിരുന്നില്ല. അവരൊരു വിധവയായിരുന്നു. കയ്യിൽ കാര്യമായ സമ്പത്തൊന്നുമില്ല. പിന്നെ കൂടെ നിൽക്കാൻ ശക്തനായൊരു പുരുഷനുമില്ല. അന്നത്തെ ഒരു സമൂഹത്തിൽ ഇതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെയിരിക്കെയാണ് ആ അനുഗ്രഹീതമായ സംഭവം നടക്കുന്നത്. മൈമൂനയുടെ ഹൃദയത്തിലൊരാഗ്രഹം മുട്ടിട്ടു: പ്രവാചകന്റെ ഭാര്യയാവുക. ആ ആഗ്രഹം അവർ തന്റെ സഹോദരിയുമായി പങ്കുവച്ചു. അവരുടെ ഭർത്താവായ അൽ അബ്ബാസ് വളരെ ആദരവോടെ ഈ വിഷയം പ്രവാചകന്റെ മുന്നിൽ അവതരിപ്പിച്ചു. പ്രവാചകൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ മൈമൂനയുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്ത് അവതരിക്കപ്പെട്ടതെന്നാണ്. ഒരു വിശ്വാസിനിയായ സ്ത്രീക്ക് പ്രവാചകനെ വിവാഹം കഴിക്കാനായി സ്വയം മുന്നോട്ടു വരാമെന്ന് പറയുന്ന ഈ വചനം മൈമൂനയുടെ ആത്മാർത്ഥമായ ആഗ്രഹത്തിനുള്ള ഒരു ദൈവിക അംഗീകാരം കൂടിയായിരുന്നു. രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ യഥാർത്ഥ പേര് ബർറ എന്നായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്ത ശേഷം ആ പേരുമാറ്റി മൈമൂന എന്നാക്കി. അനുഗ്രഹീതയായവൾ എന്നാണ് പേരിനർത്ഥം. മക്കയിലേക്കുള്ള ആ അനുഗ്രഹീതമായ യാത്രയെ പൂർണ്ണമാക്കിയ വിവാഹമായതുകൊണ്ട് അവരുടെ പേരുപോലും ആ ചരിത്രസംഭവത്തിന്റെ ഭാഗമായി മാറി. പക്ഷേ ഈ സന്തോഷത്തിൽ ഖുറൈശികൾക്ക് അത്ര താൽപ്പര്യമുണ്ടായിരുന്നില്ല. മക്കയിൽ വെച്ച് ഒരു വിവാഹ സൽക്കാരം നടത്താൻ അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് കുറച്ചകലെ സരിഫ് എന്ന സ്ഥലത്ത് വെച്ചാണ് വിവാഹം നടത്തിയത്. ഈ പേര് ഓർത്തുവെക്കണം, സരിഫ്. കാരണം ഈ സ്ഥലം അവരുടെ ജീവിതകഥയിൽ പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകന്റെ ജീവിതത്തിലെ അവസാനത്തെ ഏറ്റവും നിർണായകമായ 3 വർഷങ്ങളിലാണ് മൈമൂന അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്നത്. ഹുദൈബിയ സന്ധിക്ക് ശേഷം നടന്ന ഈ വിവാഹം മുതൽ പ്രവാചകന്റെ വഫാത്തുവരെ ഇസ്ലാമിക ചരിത്രത്തിലെ എത്രയെത്ര സംഭവങ്ങൾക്കാണ് അവർ സാക്ഷിയായത്. പ്രവാചകന്റെ കൂടെയുള്ള ആ ഹ്രസ്വ കാലയളവിൽ മൈമൂന ഇസ്ലാമിക വിജ്ഞാന ലോകത്ത് നൽകിയ സംഭാവനകൾ ചെറുതല്ല. പ്രവാചകന്റെ രാത്രി നമസ്കാരത്തെക്കുറിച്ചും മറ്റു സ്വകാര്യ ആരാധനകളെക്കുറിച്ചുമെല്ലാം നമ്മൾ പഠിക്കുന്നത് അവരിലൂടെയാണ്. അതിലുപരി തന്റെ അനന്തരവനായ അബ്ദുല്ല ഇബ്നു അബ്ബാസിനെ പ്രവാചകന്റെ കൂടെ താമസിപ്പിച്ചു പഠിക്കാൻ അവസരം കൊടുത്തതിലൂടെ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതരിൽ ഒരാളെ വാർത്തെടുക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് എത്ര വലുതാണെന്ന് നോക്കൂ. ഇത് പറയുന്നത് മറ്റാരുമല്ല, പ്രവാചകന്റെ മറ്റൊരു പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു ആണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെടുന്നവളും കുടുംബബന്ധം ഏറ്റവും നന്നായി ചേർക്കുന്നവളുമായിരുന്നു മൈമൂന എന്നാണവർ പറഞ്ഞത്. ഒരു സഹഭാര്യയിൽ നിന്ന് ഇത്രയും നല്ലൊരു സാക്ഷ്യം ലഭിക്കുക എന്നത് അവരുടെ സ്വഭാവമഹിമയുടെ ഏറ്റവും വലിയ അടയാളമാണ്. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. പ്രവാചകന്റെ മറ്റ് ഭാര്യമാരെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞു. അവസാനം അവർ മാത്രം ബാക്കിയായി. പ്രവാചക പത്നിമാരിൽ അവസാനത്തെയാൾ.
തന്റെയും കാലമടുത്തു എന്ന് തോന്നിയപ്പോൾ അവരുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അതവരെ തിരികെ കൊണ്ടുപോയത് സിരിഫിലേക്കായിരുന്നു. അതെ, അവരുടെ അവസാനത്തെ ആഗ്രഹം അതായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മ എവിടെയാണോ തുടങ്ങിയത്, പ്രവാചകനുമായുള്ള വിവാഹം നടന്ന അതേ സരീഫിൽ, അവിടെ തന്നെ തന്റെ യാത്ര അവസാനിപ്പിക്കണം. അവരുടെ മൃതദേഹം സരീഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനന്തരവനായ അബ്ദുള്ള ഇബ്നു അബ്ബാസ് കൂടെയുണ്ടായിരുന്നു. അദ്ദേഹം ആളുകളോട് പറഞ്ഞു, സൂക്ഷിക്കണം, ഇത് നിങ്ങളുടെ ഉമ്മയാണ്, അവരെ വഹിക്കുമ്പോൾ പരുഷമായി പെരുമാറരുത്. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 50 വർഷങ്ങൾക്കു മുൻപ് അവരുടെ വിവാഹ കൂടാരം എവിടെയായിരുന്നോ സ്ഥാപിച്ചത്, അതേ സ്ഥലത്താണ് അവരെ ഖബറടക്കിയത്. മൈമൂനയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ചരിത്രത്തിലെ വലിയ സംഭവങ്ങൾക്കിടയിലും ഒരു വ്യക്തിയുടെ ശാന്തമായ ജീവിതത്തിന്, അവരുടെ വിശ്വാസത്തിന് എത്ര വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന്. അവരുടെ കഥ കേവലം ഒരു ചരിത്രം മാത്രമല്ല, വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ജീവിതം തുടങ്ങിയ ഇടത്തുതന്നെ പൂർണ്ണമാകുന്നതിന്റെയും മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്.